നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലെല്ലാം തന്നെ ഒരു വാർത്ത എല്ലാവരും കണ്ടു കാണണം. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ഒരു മനുഷ്യനെ അഭിനന്ദിച്ചുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, അപകടത്തിൽപ്പെട്ട വസ്ത്രം കീറി ശരീരമെല്ലാം തന്നെ പുറത്തേക്ക് കണ്ട് വേദനിച്ച് നിൽക്കുന്ന ഒരു യുവതിക്ക് ഒന്നും നോക്കാതെ പൊതുമധ്യത്തിൽ വെച്ച് തന്നെ താൻ ഉടുത്ത ഉടുമുണ്ട് അഴിച്ചു നൽകിയാണ് ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന് തന്നെ വേണം പറയാം. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി എല്ലാവരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ട് വസ്ത്രം മുഴുവൻ കീറിപ്പോയ സ്ത്രീക്കാണ് ഒട്ടും മടിക്കാതെ തന്നെ സ്വന്തം ഉടുമുണ്ടഴിച്ച് നൽകി മാതൃകയായ ഒരു സാധാരണ ചായ വിൽപ്പനക്കാരനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും നാട്ടുകാരും. ഇതിനോടകം ഒരുപക്ഷെ എല്ലാവരും ആ വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു കാണണം. തൃപ്പൂണിത്തറ കിഴക്കേക്കോട്ട മരട്ടിപ്പറമ്പിൽ MR ഷാജി എന്ന വലിയ മനസ്സിനുടമയായ മനുഷ്യനാണ് മലയാളി മനസ്സ് കീഴടക്കിയത്. 53 വയസ്സാണ് പ്രായം. ഒരു അച്ഛനാകാനുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹോദരിമാരോ ഭാര്യയോ മക്കളോ എല്ലാവരും ഉണ്ടായിരിക്കാം. അദ്ദേഹം കടകളിൽ ചായ നൽകാനായി സൈക്കിളിൽ എത്തിയതായിരുന്നു ഷാജി. അതാണ് അദ്ദേഹം ചെയ്യാറുള്ള ജോലി. ആ സമയമായിരുന്നു അപകടമുണ്ടായത്. ഒരു പ്രൈവറ്റ് ബസ്സിന്റെ മുൻചക്രത്തിനിടയിലേക്കാണ് യുവതി അപകടത്തിൽ വീണത്. പ്രദേശത്തുണ്ടായിരുന്നവർ ഓടിയെത്തിയാണ് ബസ് പിന്നോട്ട് നീക്കി സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴച്ചതിനെ തുടർന്ന് വസ്ത്രങ്ങൾ ചക്രത്തിനിടയിൽപ്പെട്ട് പൂർണ്ണമായും കീറിപ്പോയിരുന്നു. ഈ സമയം അടുത്തുകൂടിയ ആളുകളൊക്കെ തന്നെ ഇവരെ എഴുന്നേൽപ്പിച്ച് അവരെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ സമയമായിരുന്നു അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പോയ നിലയിലായിരുന്നു. അസഹ്യമായ വേദനയും എല്ലാം കൊണ്ട് അവരാകെ വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവരുടെ വസ്ത്രങ്ങൾ കൂടി കീറിയ നിലയിൽ ഉണ്ടായിരുന്നത്. ഒന്നും തന്നെ നോക്കിയില്ല. അദ്ദേഹം ഇവരെ എഴുന്നേൽപ്പിച്ച് ഉടൻ തന്നെ താൻ ഉടുത്തിരുന്ന മുണ്ട് അഴിച്ചു നൽകുകയായിരുന്നു. പിന്നീട് അദ്ദേഹം സമീപത്തെ ഒരു കടയിൽ പോയി അവിടെ നിന്നാണ് മറ്റൊരു മുണ്ട് വാങ്ങിയെടുത്തത്. ആ ഒരു പ്രവൃത്തി എല്ലാവരും ഏറെ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് പുറകിലും അല്ലെങ്കിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിനെ വേഗം മൊബൈൽ ക്യാമറകളിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ വെമ്പുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പച്ചയായ മനുഷ്യരും നമുക്ക് ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് ഏറെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വേറൊന്നും മനസ്സിൽ വന്നില്ല. ആ സ്ത്രീയുടെ വസ്ത്രങ്ങളെല്ലാം ടയർ കീറി അരഞ്ഞ് കീറി പറഞ്ഞ് കിടക്കുകയാണ്. പെട്ടെന്ന് തോന്നിയത് മുണ്ടഴിച്ച് അവരുടെ ശരീരം മറയ്ക്കാനാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാകരുതല്ലോ. പിന്നെ എല്ലാവരും കൂടി ഓട്ടോയിൽ കയറ്റി അവരെ ആശുപത്രിയിലേക്ക് വിട്ടു. എനിക്കപ്പോൾ അടുത്തുള്ള കടയിലെ പയ്യൻ ഒരു മുണ്ട് കൊണ്ടുവന്ന് തന്നു. അപകടത്തിൽപ്പെട്ട് വസ്ത്രം മുഴുവൻ കീറിപ്പോയ സ്ത്രീക്ക് സ്വന്തം ഉടുമുണ്ട് അഴിച്ചു നൽകിയ ഷാജി താൻ ചെയ്തത് വലിയ കാര്യമാണെന്നൊന്നും തോന്നുന്നില്ല എന്നുള്ളൊരു മട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കടമ പോലെ തന്നെയാണ് അദ്ദേഹം അത് പറയുന്നതും അദ്ദേഹം ആ പ്രവൃത്തി ചെയ്തതും. അപ്പോൾ അങ്ങനെ തോന്നി അത് ചെയ്തു എന്നാണ് 53 വയസ്സുകാരനായ ഷാജി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിൽ വെച്ച് എറണാകുളത്ത് നിന്ന് തിരിയുന്നിടത്ത് വെച്ചായിരുന്നു മനസാക്ഷിയെ നടുക്കിയ അപകടം നടന്നത്. മുളന്തുരുത്തി സ്വദേശിനിയായ 56-കാരി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എറണാകുളത്തേക്ക് തിരിയുകയായിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. ബസ്സിന്റെ മുൻചക്രത്തിനിടയിലേക്ക് വീണ സ്ത്രീയെ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. നാട്ടുകാരുടെ വലിയ ബഹളം കേട്ടാണ് ബസ് ജീവനക്കാർ വണ്ടി നിർത്തിയത്. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്നവർ ഓടിയെത്തി ബസ് പിന്നോട്ട് നീക്കിയാണ് സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിൽ ആദ്യമായാണ് അത്തരത്തിൽ ഭയാനകമായ ഒരു കാഴ്ച കാണുന്നതെന്നും ഷാജി ഓർക്കുന്നു. ബസിന്റെ ടയർ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുരുമിയാണ് നിന്നിരുന്നത്. ആളുകൾ ചേർന്ന് അവരെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടത് കാരണം അവരുടെ അരയ്ക്ക് താഴേക്കുള്ള വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായും കീറിപ്പറഞ്ഞ നിലയിലാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ആ പരിങ്ങലിൽ മറ്റൊന്നും ചിന്തിക്കാനോ വസ്ത്രം വാങ്ങി വരാനോ ഉള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ അന്തസ്സിനും സാഹചര്യത്തിനും പ്രയാസം ഉണ്ടാകരുതെന്ന് കരുതി ഷാജി തൽക്ഷണം താൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് നൽകി അവരുടെ ശരീരം മറയ്ക്കുകയായിരുന്നു. ആ സമയം താൻ മുണ്ടെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സ്വന്തം നാണത്തെക്കുറിച്ച് ഓർത്തില്ലെന്നും ഒരു സ്ത്രീ അത്തരമൊരു അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് വിടുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക മാത്രമായിരുന്നു മനസ്സിലെന്നും ഷാജി പറയുന്നു. പിന്നീടാണ് എല്ലാവരും ചേർന്ന് സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചു. ഇതിനുശേഷമാണ് അടുത്തുള്ള കടയിലെ ഒരു പയ്യൻ ഷാജിക്ക് ഉടുക്കാൻ മറ്റൊരു മുണ്ട് കൊണ്ടുവന്ന് നൽകിയത്. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. വലിയ ശബ്ദം കേട്ടാണ് താനും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഓടിയെത്തിയത്. അത്തരത്തിലൊരു കാഴ്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്.
ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറഞ്ഞ കയ്യടികളാണ് ലഭിക്കുന്നത്. കാരണം ഒട്ടും തന്നെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് അവിടെ സമയം വേണ്ടി വന്നില്ല. എന്ത് ചെയ്യും എന്നുള്ളതൊന്നും തന്നെ അദ്ദേഹത്തിന് അത് ആലോചിക്കേണ്ട ഒരു സമയം പോലും വന്നില്ല. ആ ഒരു വേദനയിൽ നിൽക്കുമ്പോഴും അവരുടെ വസ്ത്രങ്ങൾ ആകെ കീറി പറഞ്ഞ് നിൽക്കുമ്പോഴും അദ്ദേഹം ഓർത്തത് ആദ്യം അവരുടെ ശരീരത്തെ മറയ്ക്കുക എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരം നിറയുന്ന ഒരു കാര്യമാണ്. ഏതായാലും 40 വർഷമായിട്ട് തൃപ്പൂണിത്തുറ സ്റ്റാച്യു മേഖലയിലെ സ്ഥാപനങ്ങളിൽ ചായ എത്തിച്ച് നൽകുന്നതാണ് ഷാജിയുടെ ജോലി. പണ്ട് അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും പ്രായമായതോടെ ഷാജി ഒറ്റയ്ക്കാണ് ഈ പണി ചെയ്യുന്നത്. പ്രായമായ അമ്മയും ഭാര്യയും ബികോമിന് പഠിക്കുന്ന മകനും 4ാം ക്ലാസ്സുകാരിയായ മകളും അടങ്ങുന്നതാണ് ഈ സാധാരണക്കാരൻ്റെ കുടുംബം എന്ന് പറയുന്നത്. രാവിലെ 9 മണിക്ക് ചായയുമായി ഇറങ്ങി ഉച്ചയ്ക്ക് 12ഓടെ വീട്ടിലെത്തി പാത്രങ്ങൾ കഴുകി വൈകിട്ടത്തെ ചായക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടി 3 മണിക്ക് വീണ്ടും ചായയുമായി ഇറങ്ങുന്നതാണ് ഷാജിയുടെ ദിനചര്യ. ജീവിച്ചു പോകാനുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും കോടീശ്വരനാകാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ ജീവിത വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഈ മനുഷ്യൻ വിനയത്തോടെ പറയുന്നു. സ്ത്രീ ശരീരം പല രീതിയിലും വികലമായി ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഷാജിയുടെ ഈ ഉയർന്ന ചിന്താഗതിയെയും പൗരുഷത്തെയും വാഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ. അപകടം നടന്നയുടൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ മത്സരിക്കുന്നവർക്കിടയിൽ ഷാജിയെ പോലെയുള്ളവർ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നതെന്നാണ് അധ്യാപികയും എഴുത്തുകാരിയുമായ റാണി ജോൺ പരിമല ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്ത്രീയുടെ പേരിനെ കളങ്കം വരുത്താതെ അവളുടെ നഗ്നത കാണാതെയും കാണിക്കാതെയും തന്നാലാവുന്നത് ചെയ്ത ഷാജി എന്ന പൗരുഷത്വത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകളാണ് അവർ നേർന്നത്. ചായച്ചേട്ടൻ്റെ ഈ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ പലരുടെയും മൊബൈലുകളിൽ പ്രചരിക്കുമായിരുന്നു എന്ന ആശങ്കയും, സ്ത്രീകളെ ബഹുമാനിക്കുന്ന നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ സംഭവം ഒരു പാഠമാകട്ടെ എന്നുള്ള നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഷാജിയെ പ്രശംസിച്ചുകൊണ്ട് നിറയുന്നത്. താൻ ചെയ്തത് അത്ര വലിയ കാര്യമാണെന്നൊന്നും തോന്നുന്നില്ലെന്നും അപ്പോൾ അങ്ങനെ തോന്നി അത് ചെയ്തുവെന്നാണ് വളരെ ലളിതമായി പറയുന്ന ഷാജിക്ക് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഹൃദയം നിറഞ്ഞ സല്യൂട്ട് നൽകുകയാണ്. അതായത് ആ സമയത്ത് ആ കിടക്കുന്നത് തൻ്റെ ഭാര്യയോ അമ്മയോ അല്ലെങ്കിൽ മകളോ ബന്ധുവോ ഒന്നുമല്ല, പക്ഷേ ആ സമയത്ത് അതൊരു സ്ത്രീയാണ്. അവരുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞു. തൻ്റെ ഒരു കടമ അത് മാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തിനോട് 1000 നന്ദികൾ പറഞ്ഞാൽ മതിയാകില്ല. സോഷ്യൽ മീഡിയ ഒന്നടങ്കം അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.